വാഴമുട്ടത്തെ പി.വി. മുരളീധരൻ്റെ വീട് അക്ഷരാർത്ഥത്തിൽ ദുഃഖഭരിതമായി നിൽക്കുകയാണ്. ഓർക്കാപ്പുറത്ത് വന്ന വിയോഗ വാർത്ത ഈ കുടുംബത്തെ തകർത്ത് കളഞ്ഞു. ശ്രീജിത്ത് ശ്രീകുമാരൻ ഈ വീട്ടിൽ ഉണ്ട്. ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നു. ശ്രീജിത്ത്, വല്ലാത്ത സങ്കടം നിറഞ്ഞ വാർത്തയാണ്. കാര്യം മരണം തീയായി പെയ്തപ്പോൾ എത്രയോ മലയാളികൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഈ മുരളീധരൻ്റെ വീട് എനിക്കറിയാം, ദുസ്സഹമായ ജീവിത സാഹചര്യത്തിലൂടെ ഇനി ചിലപ്പോൾ അവർക്ക് കടന്നു പോകേണ്ടി വരും. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇന്നലെ വൈകുന്നേരത്തോടു കൂടി മാത്രമാണ് ഈ പറയുന്ന ഭാര്യയെയും മകളെയും ഈ വിവരം അറിയിച്ചത്. നമ്മൾ ഇന്നലെ വരുന്ന സമയത്ത് നമ്മൾ ആരും തന്നെ ഇവിടേക്ക് വന്നിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ സഹോദരൻ തൊട്ടപ്പുറത്ത് വന്ന് നമ്മളോട് സംസാരിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാവരെയും തന്നെ വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു. പഞ്ചാബിൽ നിന്ന് പഠിക്കുന്ന മകൻ, പഞ്ചാബിൽ CA പഠിക്കുന്ന മകനടക്കം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവരോട് ആരോടും ബന്ധുക്കളോട് അങ്ങോട്ട് പോകേണ്ടതില്ല. സംസ്ഥാന സർക്കാർ നേരിട്ട് SP നേതൃത്വത്തിൽ എസ്കോർട്ടോടുകൂടി ഇങ്ങോട്ട് മൃതദേഹം എത്തിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും നമ്മുടെ നാട്ടിലെ പൊതുപ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ എന്താണ് അവസാനമായി നിങ്ങൾക്ക് കിട്ടിയൊരു അറിയിപ്പ്? MLA ഒക്കെ വിളിച്ചിരുന്നു? MLA വിളിച്ചിരുന്നു, രാവിലെ ബന്ധപ്പെട്ടിരുന്നു. അപ്പം തിരിച്ചിങ്ങോട്ട് വിളിച്ച് പറഞ്ഞു, സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടുകൂടി നമ്മൾ കളക്ടർ ബോഡി ഏറ്റുവാങ്ങി ഇവിടെ നമ്മുടെ വീട്ടിലെത്തിക്കും, കളക്ടർ സ്ഥലത്തെത്തുകയും ചെയ്യുമെന്നാണ് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. നമുക്കൊക്കെ താങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. എവിടെ മരണമുണ്ടെങ്കിലും നമുക്ക് വിഷമമാണ്. പക്ഷേ നമ്മുടെ അയൽപ്പക്കത്താകുമ്പോൾ കുറച്ചുകൂടി കൂടുതലായി മാറുന്ന ആ സമയത്താണ്. മുരളീധരൻ്റെ ഒരു നാട്ടിൽ എങ്ങനെ ഉള്ളൊരു മനുഷ്യൻ, വളരെയധികം സൗമ്യനായ ഒരു സ്വഭാവമുള്ളൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. ഈ നാട്ടിലെ എല്ലാ ആൾക്കാരുമായിട്ട് 30 വർഷമായി വിദേശത്താണെങ്കിലും ലീവിന് വരുമ്പോൾ എല്ലാ വീടുകളിലും സമീപപ്രദേശങ്ങളിലെ എല്ലാ വീടുകളിലും കയറി അവരുടെ എല്ലാ വിവരങ്ങളും അന്വേഷിക്കുന്നു. തിരിച്ചു പോകുന്നില്ല എന്ന് തീരുമാനിച്ചിരുന്നു അല്ലേ? തിരിച്ചു പോകുന്നില്ല. ഇവിടെ പുള്ളി ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റൊക്കെ പാസ്സായി. കഴിഞ്ഞ ദിവസമാണ് ഈ നടന്ന ദിവസമാണ് ഇവിടെ ലൈസൻസ് വരെ വീട്ടിലെത്തിയത്. അപ്പോൾ ഇനി പോകുന്നില്ല. അപ്പം പ്രത്യേകിച്ച് കമ്പനി, പുള്ളി ഒരു സീനിയർ ആളായതുകൊണ്ട് രണ്ടാമത് വിളിച്ചിരിക്കുകയാണ്. ഒരു പ്രോജക്റ്റുകളുണ്ട്, ഒരു 6 മാസത്തേക്കൂടെ വരണം എന്ന് പറഞ്ഞ് പുള്ളി പോയതാണ്. തീർച്ചയായും കൂടുതലൊന്നും സംസാരിക്കാൻ ചിലപ്പോൾ അദ്ദേഹത്തിന് കഴിയില്ലായിരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്താണ്. ഈ തൊട്ടടുത്ത മേഖലയിലെ പൊതുപ്രവർത്തകരാണ് ഇവരൊക്കെ. എന്തായാലും ഈ വീട്ടിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ഇന്ന് ഇവിടെ നിലവിൽ 6 പേരാണ് മരിച്ചത്. തോമസ് മാത്യു എന്ന് പറയുന്ന പണ്ടനാട് സ്വദേശി, അദ്ദേഹം നിരത്താണ് അദ്ദേഹത്തിൻ്റെ കുടുംബ വീട്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം മാത്രം ആലപ്പുഴ പണ്ടനാട്ടേക്ക് കൊണ്ടുപോകും. ഇന്ന് ഇവിടെ മാത്രമേ സംസ്കാരമുള്ളൂ. മറ്റ് സ്ഥലങ്ങളിൽ, മറ്റ് 4 സ്ഥലങ്ങളിൽ നാളെ പന്തളത്തെ ആകാശിൻ്റെ സംസ്കാരം നാളെയാണ് നടക്കുക. തൊട്ടടുത്ത ദിവസം സിബിൻ്റെ സംസ്കാരം ഞായറാഴ്ച നടക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും മറ്റ് 2 സംസ്കാരങ്ങൾ നടക്കും. എന്തായാലും വളരെ ദുഃഖസാന്ദ്രമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. 10:30 മണിയോടുകൂടി വിമാനം വരും. മുഖ്യമന്ത്രിയുടെ അതുപോലെ തന്നെ മന്ത്രിമാരുടെയും അവിടുത്തെ ആളുകളുടെയൊക്കെ അന്തിമോപചാരം അർപ്പിക്കുന്ന ചടങ്ങിന് ശേഷം പെട്ടെന്ന് തന്നെ മൃതദേഹം ഇങ്ങോട്ടെത്തിക്കും. തൊട്ടടുത്ത് വീട്ടുവളപ്പിൽ തന്നെയായിരിക്കും PV മുരളീധരൻ നായരുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് ബന്ധുക്കൾ അറിയിച്ചത്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് നമുക്കൊപ്പം ചേർന്നത്.